ഹലോ ചേട്ടാ, തട്ടിൽ കുട്ടി ദോശയില്ലേ, അതൊരു 6 അയക്കണേ. അങ്ങനെ പിന്നെ നിങ്ങളുടെ ഗാർലിക് ചട്നിയും. എന്റെയോ? ദോശ നന്നായി മൊരിയണം. പിന്നെ ചമ്മന്തിപ്പൊടിയും. ലേറ്റ് ആവരുതേ. അഡ്രസ് എഴുതിക്കോ. തോപ്പിൽ ഹൗസ്, പാളയം. ഓക്കെ? തോപ്പ്. ബാബേ, ഇതെന്താ ഈ തട്ടില് കുട്ടി ദോശ? എന്ത് വരിക്കാശ്ശേരി വരെ കിട്ടില്ലെന്നോ? നടക്കില്ല, ഷൂട്ടിങ് നടക്കില്ല. ഒന്ന് ഹോൾഡ് ചെയ്യണേ. മായ, ഒരു ബർഗർ കഴിക്കുന്നു? വേണ്ട സർ, ഞാൻ ദോശ പറഞ്ഞിട്ടുണ്ട്. ഓ, ദോശയാണോ മായയുടെ ശബ്ദത്തിന്റെ രഹസ്യം? ഹലോ, ഈ വരിക്കാശ്ശേരി വരെ നമുക്ക് സെറ്റ് ഇട്ടാലോ? ക്ഷീണം കാണും. ഇന്റർവ്യൂ തുലച്ചതല്ലേ? ഓ, ഇത് പോയാ വേറൊന്ന്. നീ അടിക്കണല്ലേ? ഈ കൂതർ റമ്മല്ലേ എനിക്ക് വേണ്ട. എന്താടാ റമ്മിനോട് എത്ര പുച്ഛം? എനിക്കൊരു പുച്ഛം ഇല്ലായേ. അരമണിക്കൂറായി ദോശ ഓർഡർ ചെയ്തിട്ട് വിശന്നിട്ടാടോ വിളിക്കുന്നത്? ഇത് നിങ്ങളുടെ സ്ഥിരം പരിപാടിയല്ലേ? തന്നില്ലെങ്കിൽ നീ എന്നെ എന്താ മൂക്കി കയറ്റുവോ? ഹലോ, എക്സ്ക്യൂസ് മീ. നമ്പർ നോക്കി വിളിക്കടി കച്ചറേ. താൻ എന്നെ കളിയാക്ക വരുന്നോ? അതെ. ഒരു ഫോൺ മേടിക്കാനും അത് ചെകിട്ടിൽ വെച്ച് നടക്കാനും തന്നെ പോലെ ഏത് കൊശവനും പറ്റും. നിർത്തടി, നിനക്ക് അറിയില്ല ഞാൻ ആരാന്ന്? എനിക്കറിയാം നീ ആരാണെന്ന്. ആണാണെന്നും പറഞ്ഞ് മീശയും താടിയും വെച്ച് നടക്കുന്ന ജന്തു. കളിക്കല്ലേ, കളിച്ചാ ഞാൻ തീറ്റിക്കേ പുളിമാങ്ങ കാണുന്ന എനക്ക്. തന്നെ പോലുള്ള പരനാറികൾക്കൊരു വിചാരമുണ്ട് ഏത് പെണ്ണിനെയും പുളിമാങ്ങ തീറ്റിക്കാവുന്ന്. ആ മാങ്ങ താൻ ഉപ്പിലിട്ട് വെക്കേ, തന്റെ 16 വിളമ്പ കിണ്ടി. എടി പുന്നാര മോളെ, 16 അമ്മൂമ്മട പോടാ മരപ്പട്ടി. പൊടി കരിങ്കളി വെച്ചിട്ട് പോകാതെ പുല്ല. എന്താ പ്രശ്നം? ആരാ ഫോണില്? ഹോട്ടലാണെന്ന് കരുതി വീട്ടിലേക്ക് വിളിച്ചേതോ ഹതഭാഗ്യായ പെണ്ണ്. ഇതിന്റെ അപ്പനെ എന്നെ കൊണ്ട് തിരിച്ചു കൊടുത്തേക്ക്. ഇതില്ലായിരുന്ന കാലത്ത് എനിക്കൊരു ശല്യം ഉണ്ടായിരുന്നില്ല. ഇതിപ്പോ ജീവിതത്തിൽ ആദ്യമായിട്ടൊരു പെണ്ണിനെ മരപ്പട്ടിന്ന് വിളിച്ചു. റോങ് നമ്പർ ആണെന്ന് ആദ്യം പറയാറുന്നല്ലോ. പ്രശ്നം ഈ ഫോണിന്റെ ആ പെണ്ണിന്റെ ഒന്നും അല്ല. നിങ്ങൾക്ക് പെണ്ണുങ്ങളോട് സംസാരിക്കാൻ അറിയില്ല. അതെ, അറിയില്ല. അത് മനസ്സിലായെങ്കിൽ വിളിച്ച് സോറി പറയാറുന്നല്ലേ? ആര്? ഞാനാ? എന്റെ പട്ടി പറയും. ഹലോ, ദോശ ദോശ കഴിക്കണല്ലേ? ഓടാ പട്ടി. അയ്യേ, ചപ്പാത്തി മാവില് പഴോ? സോഫ്റ്റ് ആവാനാടി പോത്തെ. നോക്ക്. ആരോ കാര്യമായിട്ട് മാപ്പിരക്കുന്നുണ്ടല്ലോ. ആരാ? പേരില്ല. ലാസ്റ്റ് നമ്പർ 706. ആ ദോശത്തിണ്ടി ആയിരിക്കും. ഞാനിത് പ്രതീക്ഷിച്ചു. ഓ, ചേച്ചി കരിങ്കാളിന്ന് വിളിച്ച പുള്ളി. ഒരു സോറി തിരിച്ചയക്കട്ടെ. എന്തിന്? അല്ല, നമ്മുടെ ഭാഗത്തും തെറ്റുണ്ടല്ലോ. എടി, ഇതൊക്കെ ഇവന്മാരുടെ സ്ഥിര നമ്പറല്ലേ. ആദ്യം മിസ് കോൾ, പിന്നെ SMS. നമ്മളെങ്ങാനും സംസാരിക്കാൻ തുടങ്ങിയ 3ന്റെ അന്ന് ചോദിക്കും, ഹലോ, ഇപ്പൊ ഏത് ഡ്രസ്സായിട്ടിരിക്കുന്ന ഡാർലിംഗ്? പക്ഷെ എനിക്ക് തോന്നുന്നു ഇയാള് ഡീസന്റ് ആണ്. ഉറങ്ങുമ്പോഴായിരിക്കും. അല്ല, കാരണം ചേച്ചിയാണല്ലോ നമ്പർ മാറി വിളിച്ചത്. അതയാൾക്ക് പറയാൻ പാടില്ലേ? സാധാരണ വിളിച്ചാൽ തന്നെ ചേച്ചി വൺ സൈഡാ. ഇങ്ങോട്ടൊന്നും പറയാൻ സമ്മതിക്കാറില്ല. അത് തന്നെ ഇവിടെ സംഭവിച്ചിട്ടുണ്ടാവും. ഇനി വിളിച്ചിട്ട് അവൻ വല്ല നമ്പറും ഇട്ടെന്ന് തന്നെ ഇരിക്കട്ടെ. അത് ഡീൽ ചെയ്യാൻ ചേച്ചിക്കറിയില്ലേ? ഇങ്ങോട്ട് സോറി പറഞ്ഞ നിലയ്ക്ക് ദോശ ദോശ അവക്കെന്താ പറയാനുണ്ടെന്ന്. എനിക്കൊന്നും സംസാരിക്കാനില്ല. വിശപ്പ് സഹിക്കണ്ട പറ്റിയതല്ലേ. ഷെമി പ്ലീസ്. ഹലോ. ഹലോ, ഞാനാ ദോശ. ഇന്നലെ നമ്പർ മാറിപ്പോയി, സോറി. ഇറ്റ്സ് ഓക്കെ. ഇന്നലെ ഞാനും കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. എന്നാ ശരി. ശരി. പിന്നെ എന്താ? പിന്നെ ഈ തട്ടിലെ കുട്ടി ദോശ എവിടെ കിട്ടുക?
പോടാ. അവിടെ തെറ്റു പറയാൻ പറ്റില്ല. പൊളിച്ചു മോനെ. ഇല്ലടാ ബാബു. കലക്കി. ഒരു രക്ഷയില്ലട്ടാ. എന്നാലും നമ്മൾ ഈ സാർ അറിയാണ്ട് പോയല്ലോ സാറേ, അല്ലേ? ഹലോ. ഓർമ്മയുണ്ടോ? ആ എന്താ? ഹേയ്, ഒരു താങ്ക്സ് പറയാൻ വേണ്ടിട്ട് വിളിച്ചാ. എന്തിന്? കുട്ടി പറഞ്ഞ തട്ടിലെ കുട്ടിദോശ കഴിച്ചു. ഉഗ്രൻ. താങ്ക്സ്. ആണോ? ഗാർലിക് ചട്നി ഉണ്ടായിരുന്നോ? അതാണ് കോമ്പിനേഷൻ. അതെ. എന്താ കുട്ടിയുടെ പേര്? മായ. പിന്നെ ഞാനത്ര കുട്ടിയൊന്നുമില്ല കേട്ടോ. എന്ത് ചെയ്യുന്നു? ഞാനൊരു ഡബിംഗ് ആർട്ടിസ്റ്റ് ആണ്. സിനിമയിലാണോ? അതെ. ആ ഫാൻസുകാർക്ക് ഫ്ലെക്സ് അടിക്കാൻ കാശ് കൊടുത്തേക്ക്. ഇപ്പൊ അവരെന്നെ വിളിച്ചേ ഉള്ളൂ. ശരി സാർ. മോർണിംഗ് സർ. ആ കുട്ടിയുടെ നമ്പർ ഒന്ന് വാങ്ങിച്ചേക്ക്. ഹലോ. ഞാനിവിടെ ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിലാ. ഓ, എന്തായാലും യുദ്ധം തുടങ്ങി വെച്ച ദോശ തന്നെ യുദ്ധം അവസാനിപ്പിച്ചു. ഇതുപോലെ സെക്കൻഡ് വേൾഡ് വാർ അവസാനിപ്പിച്ചു എന്ന് പറയുന്ന ഒരു കേക്കുണ്ട്. 4 ദിവസം കൊണ്ട് അതുണ്ടാക്കുന്നത്. ഓ, തുടങ്ങി ഹിസ്റ്ററി. ഇയാളിത് കുളവാക്കും. ഏയ് സാർ അങ്ങനൊന്നും ചെയ്യൂല. ഇത് നമുക്ക് വീട്ടിലുണ്ടാക്കാവുന്നേ ഉള്ളൂ. ഞാനൊന്ന് പരീക്ഷിക്കുന്നുണ്ട്. താല്പര്യം ഉണ്ടെങ്കിൽ കൂടാം. ജുവാൻസ് റെയിൻബോ എന്നാണ് ഈ കേക്കിന്റെ പേര്. ജുവാൻ ലോബോ എന്ന ഫ്രഞ്ചുകാരി യുദ്ധത്തിന് പോയ ഭർത്താവായ ആൽബർട്ടിന് വേണ്ടി ഉണ്ടാക്കിയതാണ് ഈ റെസിപ്പി. സ്ട്രോബെറി കൊണ്ടാണ് ജുവാൻ ആദ്യ ദിവസം കേക്ക് ഉണ്ടാക്കിയത്. യുദ്ധം അവസാനിച്ചില്ല. വരാമെന്ന് പറഞ്ഞ ദിവസം ആൽബർട്ട് വന്നില്ല. പിസ്ത കേക്കിൽ റമ്മിൽ ഒരു 4 മണിക്കൂറെങ്കിലും മുക്കി വെച്ചിട്ടുള്ള ഉണക്കമന്തിരി എന്തപ്പോഴും എന്തെങ്കിലും ചേർക്കാം. അതെ, ഒന്നും മനസ്സിലാവണില്ല. പിസ്ത കേക്ക് ഉണ്ടാക്കുമ്പോ റമ്മിൽ 4 മണിക്കൂറെങ്കിലും മുക്കി വെച്ച ഈന്തപ്പഴോ അല്ലെങ്കിൽ ഉണക്കമന്തിരിയോ ചേർക്കുന്നത് നല്ലതായിരിക്കും. അതിന് റമ്മിപ്പോ പിറ്റേന്ന് ജുവാൻ ഒരു പിസ്ത കേക്ക് ഉണ്ടാക്കി ആൽബർട്ടിനെ കാത്തിരുന്നു. അന്ന് പുള്ളിക്കാരൻ വന്നോ? വന്നില്ല. അവൾ അത് സ്ട്രോബെറി കേക്കിനോട് ചേർത്ത് വെച്ചു. ഒരാളെ ഇങ്ങനെ പറ്റിക്കരുത്.